Morning students. അപ്പോൾ നമ്മൾ portfolio analysis ആണ് പറഞ്ഞു. portfolio return discuss ചെയ്തു കഴിഞ്ഞു. Then portfolio risk. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് റിസ്കും റിട്ടേണും ഒക്കെ. ഓക്കെ. അപ്പോൾ portfolio risk is the variance of return and standard deviation of return as statistical measure used for measuring risk in investment of individual securities. അപ്പോൾ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീൻ്റെ റിസ്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വേരിയൻസ് ഓഫ് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ദീസ് സ്റ്റാറ്റിസ്റ്റിക്സ് measure the extent to which return are expected to vary around an average over a time. റിട്ടേണിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാവും, റിട്ടേണിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമ്മൾ എന്തിലോട്ട് നമ്മളെ പോകുന്നത്, റിസ്കിലോട്ട് പോകുന്നത്. അതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിലൂടെ നമ്മൾ മെഷർ ചെയ്ത്. വേരിയൻസ് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി മെഷർ ദി റിസ്കിനെസ് ഓഫ് എ സെക്യൂരിറ്റി ഇൻ അബ്സലൂട്ട് സെൻസ്. അപ്പോൾ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒരു സം എക്സ്റ്റെൻറ്റ് വരെ അബ്സലൂട്ട് ആയിട്ടൊരു മെഷർ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ calculating risk of portfolio of securities, the riskiness of each security within the context of the overall portfolio had been considered. For calculating risk of portfolio of security, the riskiness of each security, ഓരോ സെക്യൂരിറ്റിയിലെ റിസ്കിനെസ് കാൽക്കുലേറ്റ് ചെയ്ത ആ പോർട്ട്ഫോളിയോയുടെ നമുക്ക് എന്ത് ചെയ്യാം, റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഡിപ്പെൻഡ് അപ്പോൺ ദെയർ ഇൻറ്ററാക്റ്റീവ് റിസ്ക്. Following are the important statistical tools. നമ്മൾ താഴെ പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. First one, covariance. When two or more securities are combined in a portfolio, their covariance or interactive risk is to be considered. അപ്പോൾ നമ്മൾ ടു ഓർ മോർ സെക്യൂരിറ്റീസ് ആർ കമ്പൈൻഡ്, ഒന്നോ രണ്ടോ സെക്യൂരിറ്റീസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് രണ്ടിൽ കൂടുതൽ സെക്യൂരിറ്റി ഒക്കെ ഒരു പോർട്ട്ഫോളിയോയിലുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോവേരിയൻസ് ആണ് റിസ്ക്. Therefore, covariance is a statistical measure to measure the portfolio. Covariance is the statistical measure that indicate the interactive risk of a security related to other in portfolio of securities. എത്രത്തോളം ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള റിസ്ക്, ഇപ്പോൾ ഒരു 3 പോർട്ട്ഫോളിയോ ഉണ്ട്, അതിൽ തമ്മിലുള്ള ഇന്ററാക്റ്റീവ് റിസ്ക്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിസ്ക് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ത്രൂ കോവേരിയൻസ്. ദി വേ സെക്യൂരിറ്റി റിട്ടേൺ വേരി വിത്ത് ഈച്ച് അതർ അഫക്റ്റ് ഓവറോൾ. അപ്പോൾ ഒരു സെക്യൂരിറ്റിയിലുണ്ടാകുന്ന റിട്ടേണിലുണ്ടാകുന്ന വേരിയൻസ് എന്ത് ചെയ്യും, ആ വേരിയൻസ് ആണ് ആക്ച്വലി റിസ്കിലോട്ട് പോകുന്ന പോർട്ട്ഫോളിയോ. അപ്പോൾ കോവേരിയൻസ് ബിറ്റ്വീൻ ടു സെക്യൂരിറ്റീസ് എക്സ് ആൻഡ് വൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രണ്ട് സെക്യൂരിറ്റിൻ്റെ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇക്വേഷൻ. കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ, ഇവിടെ എപ്പോഴും നമ്പർ ഓഫ് ഇയേഴ്സ് ആയിരിക്കും, ടി ഈസ് ഈക്വൽ ടു ടൈം ആയിരിക്കും. സിഗ്മ ആർ എക്സ് ഇതെന്ന് പറയുന്നത് എക്സ് ഒന്നാമത്തെ സെക്യൂരിറ്റി മൈനസ് ആർ എക്സ് ബാർ ഇൻറ്റു ഇത് രണ്ടും കൂടെ ആർ എക്സും മൈനസ് ആർ എക്സ് ബാറും ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് പിന്നെ ആർ വൈ മൈനസ് ആർ വൈ ബാർ ചെയ്തിട്ട് അത് തമ്മിൽ എന്ത് ചെയ്യുക, ഇൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള റിസ്ക് ആണ് നമുക്ക് കിട്ടുന്നത്, ഡിവൈഡഡ് ബൈ എൻ. ആർ എക്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ സെക്യൂരിറ്റി ഓഫ് എക്സ്, ആർ വൈ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി ഓഫ് വൈ. ദെൻ ആർ എക്സ് ബാർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ഓഫ് എക്സ് ആണ്, ആർ വൈ ബാർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ വൈ, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, ഒബ്സർവേഷൻ ആണ്. The interpretation of risk with the help of covariance can made. Interpretation risk with the help of covariance can made as well. If the return of two security move together, ഒരേ പോണക്കാണ്, the covariance is positive and the risk is more on such a portfolio. അതായത് റിസ്ക് കൂടുതലായിരിക്കും. If the return on two security move together, ഒരേ രീതിയിലാണ് റിട്ടേൺ പോകുന്നതെങ്കിൽ എന്താണ്, ഇപ്പോൾ ഹൈ റിട്ടേൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഹൈ റിസ്ക് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് മോർ റിസ്കി എന്ന് പറയുന്നത്. ഇഫ് ഓൺ അതർ ഹാൻഡ് ഇഫ് ദി റിട്ടേൺ മൂവ് ഇൻഡിപെൻഡൻ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, ഡിപ്പെൻഡ് ചെയ്യാണ്ടാണ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, കോവേരിയൻസ് റിസ്ക് ഈസ് ടോട്ടലി ലെസ് ആയിരിക്കും ഇൻ ദിസ് കേസ്. ഓക്കെ. അപ്പോൾ കോവേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് റിസ്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി ടു ഓർ മോർ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോവേരിയൻസ് എന്ന് പറയുന്നത്. ഈ അപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം നോക്കാം. നമുക്ക് സ്റ്റോക്ക് പിയും സ്റ്റോക്ക് ക്യൂവും ഉണ്ട്.
ദെൻ അതിൻ്റെ റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? RX നമുക്ക് തന്നിട്ടുണ്ട് 10, 12, 16, 18 RXൻ്റെതെന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് RX മൈനസ് RX ബാർ വേണം. അപ്പോൾ RX ബാർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് ആവറേജ് ചെയ്യുക അല്ലേ? 16 നമുക്ക് X ബാർ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിം തന്നെ. അപ്പോൾ 10 + 12 + 16 + 18 56 ഡിവൈഡഡ് ബൈ 4 നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 14. ദെൻ 14 മൈനസ് 4 അല്ല, RX മൈനസ് RX ബാർ ആണ്. സോ 10 മൈനസ് 14 -14 -4 12 മൈനസ് 14 -2 16 മൈനസ് 14 2 14 മൈനസ് 18 മൈനസ് 14 എത്ര വരും? 4. ഇത്രയാണ് ഇവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് RY ആണ്. RY എന്ന് പറയുന്നത് 17, 13, 10, 8 എന്നിങ്ങനെയാണ് വരുന്നത്. ദെൻ ഡീവിയേഷൻ RX മൈനസ് RX ബാർ, അതുപോലെ RY മൈനസ് RY ബാർ വേണം. ആദ്യം എന്ത് ചെയ്യുക? RY ബാർ കാൽക്കുലേറ്റ് ചെയ്യുക. RY ബാർ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ എന്ന് പറയുന്നത് 48 ഡിവൈഡഡ് ബൈ 4 = 12. ദെൻ 5 മൈനസ് 12 മൈനസ് 5 മൈനസ് 17 മൈനസ് 12 എത്ര വരും? 5. 13 മൈനസ് 12 1. 10 മൈനസ് 12 -2. 8 മൈനസ് 12 -4 ആണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് ഓരോന്നും കിട്ടി. ഇനി ഓരോന്നിൻ്റെയും എന്ത് ചെയ്യണം? RX മൈനസ് RX ബാർ ഇൻറ്റു എന്ത് ചെയ്യുക? RY മൈനസ് RY ബാർ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. അതായത് 5 × -4 -20 -2 × 1 -2 2 × -2 -4 then 4 × -4 -60. അപ്പം മൊത്തത്തിൽ എത്ര വരും? -42 ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷനിലോട്ട് പുട്ട് ചെയ്യുമ്പോൾ -42 ഡിവൈഡഡ് ബൈ n എത്രയാണ്? 4 ഇയേഴ്സ്. 4 ഒബ്സർവേഷൻ ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ 4 ഒബ്സർവേഷൻ 10.5 ആണ് കോവേരിയൻസ് വരുന്നത്. നമ്മുടെ കോവേരിയൻസ് എന്ന് പറയുന്നത് 10.5 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് കോറിലേഷൻ. ദി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് അനദർ മെഷർ ഡിസൈൻ ടു ഇൻഡിക്കേറ്റ് ദി സിമിലാരിറ്റി ഓർ എ ഡിസിമിലാരിറ്റി ഓഫ് ബിഹേവിയർ ടു വേരിയബിൾസ്. അപ്പോൾ രണ്ട് വേരിയബിൾസിൻ്റെ സിമിലാരിറ്റി അല്ലെ ഡിസിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് സിമിലാരിറ്റി മീൻസ് ഒരേ ട്രെൻഡിലാണോ പോകുന്നത്, അതോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ പോകുന്നത്. കോവേരിയൻസ് ഈസ് ആൻ അബ്സല്യൂട്ട് മെഷർ of a interactive risk between two securities. To facilitate comparison, covariance can be standardized. Dividing the covariance between two securities by product of the standard deviation of each security gives such a standardized measure. അതായത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത കോവേരിയൻസ് ഓഫ് എക്സും വൈയും ഡിവൈഡഡ് ബൈ സിഗ്മ എക്സും സിഗ്മ വൈയും, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ കോറിലേഷനായി RXY ആയി. RXY ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. കോവേരിയൻസ് ഓഫ് XY ഈസ് ദി കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സെക്യൂരിറ്റീസ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ദെൻ the return of expected return of the return of and expected return of stock X and Y of two product is given below. താഴെ തന്നിട്ടുണ്ട് X and Y ന്റെ റിട്ടേണും എക്സ്പെക്റ്റഡ് റിട്ടേണും എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ട് ഉണ്ട്, നമുക്ക് തന്നിട്ട് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? RX എന്ന് പറയുന്നത് ഏതാണ്? എക്സും വൈയും. നമ്മുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തെയാണ് നമുക്ക് തന്നിട്ടുള്ള പ്രോഡക്റ്റ് എക്സും വൈ ആണുള്ളത്. അപ്പോൾ 7 എക്സിൻ്റെതെന്ന് പറഞ്ഞാൽ RX എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 7 ഉം 11 ആണ്. ഫസ്റ്റ് ഇയറിൽ 7, സെക്കൻഡ് ഇയറിൽ. ഡീവിയേഷൻ ഫ്രം എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്നുള്ള ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്ര വരും? നമ്മൾ ഏതാണ് കറസ്പോണ്ടിങ് നോക്കിയാൽ മതി. എക്സ്പെക്റ്റഡ് റിട്ടേൺ അതായത് 7 - 9 -2, ഇവിടെ 11 -9
അപ്പോൾ എത്ര വരും? 11 മൈനസ് 9 9 2 -2. ദെൻ RY എന്ന് പറയുന്നത് 13.5 ആണ് വരുന്നത്. അതായത് RY എക്സ് വൈൻ്റെ ആണ് പറയുന്നത്. മുമ്പ് നിങ്ങൾക്ക് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ എക്സിൻ്റെ 7 എക്സിൻ്റെ സെക്കൻഡ് പീരീഡിൽ 11 വൈൻ്റെ ഫസ്റ്റ് പീരീഡിൽ 13 സെക്കൻഡ് പീരീഡിൽ 5 അങ്ങനെയാണ് എടുക്കുക. ദെൻ ഡീവിയേഷൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ RX, അതായത് നമുക്കിവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ 13 മൈനസ് 9 4 വരും. പിന്നെ 5 മൈനസ് 9 4 വരും. ഓക്കെ, ഇവിടെ അതുപോലെ 7 മൈനസ് 9 ദെൻ 11 മൈനസ് 9. ഓക്കെ, ദെൻ ഇൻറ്റു ചെയ്യുമ്പോൾ വരുന്നത് 2 ഇൻറ്റു 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8 -8 വരും. ഇവിടെ എത്ര വരും? -2. ഇവിടെ -2 അല്ല വരുന്നത്, ഇവിടെ +2 ആണ് കേട്ടോ വരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. 11 മൈനസ് 9 എത്രയാണ് വരുന്നത്? 11 9 പോയാൽ 2 ആണ് വരും, -2 അല്ല. അപ്പം 4 ഇൻറ്റു 2 -8 -8 -16. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷനിൽ പുട്ട് ചെയ്യുക. അപ്പോൾ പുട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടണത് നോക്കുക. സിഗ്മ n ഇൻറ്റു എന്ന് പറയുന്ന നമ്മളിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് -16 ആണ് കിട്ടിയത്. ഡിവൈഡഡ് ബൈ 2 കൊടുത്തു കഴിയുമ്പോൾ n 2 വർഷത്തെയാണ് -8 കിട്ടും. ദെൻ ദി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. കോവേരിയൻസ് ഓഫ് XY ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോവേരിയൻസ് ഓഫ് XY RXY, അതായത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് ഈക്വൽ ടു കോവേരിയൻസ് എത്രയാണ്? -8. സിഗ്മ എക്സും സിഗ്മ വൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 2ഉം 4ഉം. അത് ഡയറക്റ്റ് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 8. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ -8 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ -1 ആണ്. സോ നമുക്ക് -1 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. വിച്ച് മീൻസ് ദാറ്റ് ദെയർ എക്സിസ്റ്റിംഗ് എ പെർഫെക്റ്റ് നെഗറ്റീവ് റിലേഷൻ ആണ്. അതായത് നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ റിസ്ക് എന്ത് ചെയ്യാം? നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ റിസ്ക് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ.